എല്ലാവർക്കും നമസ്കാരം. കോഹിഭാരക സമർത്ഥാനാം കിം ദൂരം വ്യവസായിനാം കോ വിദേശഃ സവിദ്യാനാം ക പരഹ പ്രിയവാദിന എന്നാണ്. അതായത് കോഹിഭാരക സമർത്ഥാനാം, സമർത്ഥനായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിത്യാഭ്യാസിയായ ഒരു വ്യക്തിക്ക് ഭാരം ഒരു വിഷയമല്ല. പണ്ട് എൻ്റെ ഗുരുനാഥനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഒരാൾ ഒരു പശുവിനെ, ഒരു ക്ടാവായിരിക്കാൻ തൊട്ട് അതിനെ എടുത്തുകൊണ്ടിരുന്നു. എടുത്തെടുത്തെടുത്ത് അത് വളരെ വലുതായ സമയത്തും അതിനെ എടുക്കുവാൻ വേണ്ടി വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് നിത്യാഭ്യാസിയാണ് അദ്ദേഹം. എന്നും അതിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഭാരം കൂടുമെന്ന് നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അയാൾക്ക് വളരെ വലിയ മസിലാണ്, പക്ഷേ ദൈനംദിനമായിട്ട് ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേദന ഒരു പ്രശ്നമല്ല. അതേസമയം ഒരു ദിവസം സുപ്രഭാതത്തിൽ അങ്ങ് ചെന്ന് ജിമ്മിൽ ചെന്ന് കയറുമ്പോഴത്തേനും അദ്ദേഹത്തിന് മസിൽ വേദനയൊക്കെ ഉണ്ടാകും. അത് സർവ്വസാധാരണം. കിം ദൂരം വ്യവസായിനാം, വ്യവസായികൾക്ക് അല്ലെങ്കിൽ റൂട്ട് സൈഡിലെ തത്തുല്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെ കച്ചവട മനോഭാവമുള്ള വ്യക്തികൾക്ക് ദൂരം ഒരു പ്രശ്നമല്ല. അയാൾക്ക് അയാളുടെ ലക്ഷ്യമാണ് പ്രധാനം. കോ വിദേശഃ സവിദ്യാനാം, വിദ്യ നേടിയ, ഇപ്പം വിദേശത്ത് ഇഷ്ടംപോലെ നമ്മുടെ സുഹൃത്തുക്കളും കുട്ടികളൊക്കെ ജോലി ചെയ്യാൻ പോകുന്നത് ഉണ്ട്. അവർക്ക് വിദ്യ ഉള്ളതുകൊണ്ടാണ്, അവരൊരു തൊഴിൽ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ കോവിദേശഃ വിദ്യാനാം, വിദ്യ അഭ്യസിച്ച ആൾക്ക് വിദേശം ഒരു പ്രശ്നമേ അല്ല. തൊഴിലുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട്ടിൽ നിന്ന് വേറെ ഏത് നാട്ടിലും, ഒരു ജില്ല വിട്ടു പോകാം, നമ്മുടെ സംസ്ഥാനം വിട്ടു പോകാം, രാജ്യം വിട്ടു, ഇതെല്ലാം വിദേശം. സ്വദേശം വിട്ടു കഴിഞ്ഞാൽ വിദേശം തന്നെയാണ്. അപ്പോൾ അവർക്കതൊരു പ്രശ്നമേ അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ജീവിക്കുവാനുള്ള മാർഗമുണ്ടാകാം. കഹപ്പരഹ പ്രിയവാദിനാം, അതുപോലെ തന്നെയാണ് പ്രിയവാദിനാം, നന്നായി സംസാരിക്കാൻ അറിയുന്നവന് ശത്രുക്കളില്ല. എല്ലാവർക്കും അവൻ പ്രിയനായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമസ്തേ.